സീത്ത് എന്തായാലും PMA സലാമിന്റെ വാർത്താ സമ്മേളനത്തിന്റെ കോർ എന്ന് പറയുന്നത് ഈ സമയത്തെ ചർച്ച എരിവെയിലത്ത് പുരിവെയിലത്ത് കഷ്ടപ്പെട്ട് പണിയെടുത്ത UDF പ്രവർത്തകരെ നിരാശരാക്കുന്നതാണ്. അപ്പോൾ അതിലെ ലീഗിലുള്ള കടുത്ത അമർഷം, കടുത്ത അതൃപ്തി അദ്ദേഹം തുറന്നു തന്നെ പറയുകയാണ്. ശ്രീത് ഹാഷ്മി, തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ആരാണ് എന്നതിനെ സംബന്ധിച്ച് പൊതുമണ്ഡലത്തിലേക്ക് ചർച്ച വലിച്ചിടുന്നതിലുള്ള ലീഗിന്റെ വ്യത്യസ്തമായ അഭിപ്രായം, വിയോജിപ്പാണ് ലീഗിന്റെ ജനറൽ സെക്രട്ടറിയായ PMA സലാം ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ലീഗിന്റെ ജനറൽ സെക്രട്ടറി PMA സലാം പ്രകടിപ്പിച്ച സമചിത്തതയുള്ള അഭിപ്രായം തന്നെയാണ് യഥാർത്ഥത്തിൽ UDF നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും ആകെ തങ്ങളുടെ നിലപാടായി സ്വീകരിക്കേണ്ടത് എന്നുകൂടി ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടേണ്ടിയിരിക്കുന്നു. കാരണം മെയ് 4-നാണ് വോട്ട് എണ്ണുന്നത്. അന്ന് ഫലം വന്നതിന് ശേഷം പിന്നീടാണ് നിയമസഭാ കക്ഷി യോഗം ചേർന്ന് കോൺഗ്രസിന്റെ നേതാവ് ആരാണ്, മുഖ്യമന്ത്രി ആരാണ് എന്ന കാര്യം തീരുമാനിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിനെ പൊതുമണ്ഡലത്തിലേക്ക് വലിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയുകയും അതിനെ ഒരു തർക്കവിഷയമാക്കി മാറ്റുകയും ചെയ്യുന്നത് PMA സലാം പറഞ്ഞതുപോലെ UDF-ന് വേണ്ടി ഈ പൊരുവയിലത്ത് വിയർപ്പൊഴുക്കിയ ആയിരങ്ങളോടുള്ള നീതികേടായിരിക്കും എന്ന കാര്യമാണ് പൊതുവിലായി ഉയർന്ന അഭിപ്രായം. അതുകൊണ്ടാണ് പല നേതാക്കളും ഇക്കാര്യത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ച് മുന്നോട്ട് വരുന്നത്. എന്നാൽ PMA സലാം പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് മാധ്യമപ്രവർത്തകൻ അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, പ്രതിപക്ഷ നേതാവ് അല്ലേ മുഖ്യമന്ത്രിയാകേണ്ടത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാൾ മുഖ്യമന്ത്രിയാകുന്നത് ശരിയാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ. ഒരുപക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ലീഗിൻ്റെ പ്രതികരണങ്ങളിൽ വന്ന് കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാകാനുള്ള ഇടയാക്കുന്ന ഒരു ചോദ്യമായിരുന്നു. എന്നാൽ ഏറ്റവും സമചിത്തതയോടെ ആ ചോദ്യത്തെ കൈകാര്യം ചെയ്യുകയും അതിന് തമാശ കലർന്ന മറുപടി നൽകുകയുമാണ് ഇപ്പോൾ PMA സലാം ചെയ്തിരിക്കുന്നത്. അതായത് നേരത്തെ CH മേനോൻ ഐക്യമുന്നണി സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹം MLA ആയിരുന്നില്ല. എന്നാൽ PMA സലാം പറയാത്ത മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. 96-ൽ EK നായനാർ മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹം MLA അല്ല. അങ്ങനെ കേരളത്തിൻ്റെ ചരിത്രമെടുത്താൽ AK ആന്റണി 2 തവണ മുഖ്യമന്ത്രിയായി വന്നപ്പോഴും അദ്ദേഹം MLA ആയിരുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ചരിത്രങ്ങളുണ്ട് എന്ന കാര്യമാണ് ഒരു ഒറ്റ ഉദാഹരണത്തിലൂടെ മാത്രം PMA സലാം ചൂണ്ടിക്കാണിച്ചത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളിലോ ചർച്ചകളിലോ തങ്ങൾ കക്ഷി ചേരാനില്ല എന്ന കാര്യമാണ് ലീഗ് കൃത്യമായി ചൂണ്ടിക്കാണിച്ചത്. എന്ന് പറയുമ്പോഴും ഈ പറയുന്ന അങ്ങനെ മത്സരിക്കാത്തവർ മുഖ്യമന്ത്രിയായ ചരിത്രമുണ്ടെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, ഇത് VD സതീശന്റെ നിലപാടിനുള്ള വോട്ട് ആണെന്ന് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ നിലപാടുണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും അത് ഞങ്ങൾ UDF ആണ് വോട്ട് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വരികൾക്കിടയിലൂടെ ലീഗിന്റെ പിന്തുണ ആർക്ക് എന്നൊരു സൂചന അതിലുണ്ടോ ശ്രീത്? അങ്ങനെ ഒരു സൂചനയായി അതിനെ വായിച്ചെടുക്കേണ്ടതില്ലെങ്കിലും അത്തരത്തിൽ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ് മുഖ്യമന്ത്രി ആര് എന്ന തീരുമാനം എന്ന തരത്തിലാണ് അതിനെ കുറച്ചുകൂടി നമ്മൾ പോസിറ്റീവായി കാണുമ്പോൾ മനസ്സിലാക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവ് ആരാണ്, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരാണ് എന്നത് പൂർണ്ണമായും കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ്. അത് കോൺഗ്രസിൻ്റെ മാത്രമായ തീരുമാനമാണ്. അതിൽ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്ക് ലീഗിന് മാത്രമായി ചിലപ്പോൾ ചില അഭിപ്രായങ്ങൾ അവരോട് ആരാഞ്ഞേക്കാം എന്നതിനപ്പുറത്തേക്ക് മറ്റ് ഘടകകക്ഷികൾക്കൊന്നും അതിനകത്ത് യാതൊരു റോളുമില്ല. അതിനകത്ത് അഭിപ്രായം പറയാനുള്ള ധാർമ്മികമായ അവകാശവുമില്ല. ലീഗിൻ്റെ നിയമസഭാ കക്ഷി നേതാവ് ആരാണ്, അല്ലെങ്കിൽ ലീഗിൻ്റെ മറ്റു പദവികൾ വഹിക്കേണ്ട ആരാണെന്ന കാര്യത്തിൽ കോൺഗ്രസ് അഭിപ്രായം പറയുക പതിവിൽ. അത് പൂർണ്ണമായും മുസ്ലിം ലീഗിൻ്റെ പരമാധികാരത്തിൽപ്പെട്ട വിഷയങ്ങളുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.